ഒരു ചിക്കൻ ഫ്രൈയുടെ വിശേഷങ്ങളാണ് ഇന്ന്. നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിലേക്കായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 പീസ് ഇഞ്ചി, അതോടൊപ്പം കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 2-3 വറ്റൽമുളക്, ഒരു പിടി മല്ലിയില, ഒരു പിടി കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പെരിഞ്ജീരകം. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചാണ് എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് അത് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് ഒരു 1 അവർ ഇതിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളത് പുറത്തെടുത്ത് വീണ്ടും ഒരു മുട്ട അതിലേക്ക് ഇടുന്നു, ഒരു 3 സ്പൂൺ കോൺഫ്ലവർ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഒരു ലെമൺ ജ്യൂസ്. അപ്പോൾ അത്രയും നമ്മൾ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു 1/2 അവർ വീണ്ടും പുറത്തോ ഫ്രിഡ്ജിനകത്തോ വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതായാലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാകുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് നല്ല മുരിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1-2 പ്രാവശ്യമായിട്ട് കുറച്ച് നേരം എടുക്കും നന്നായിട്ട് ഫ്രൈ ചെയ്ത്. ചെറിയ ചൂടിൽ മതിയാവും, കൂടുതൽ സ്റ്റൗവിൽ മാക്സിമം ആക്കി വെക്കണ്ട. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ക്രിസ്പിയുമാണ്, എന്നാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ പൊറോട്ട, അപ്പം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല സ്പൈസിയാണ്, അതുപോലെ ക്രിസ്പിയും നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കനാണ്.